Hello my dear students, welcome to Teacher at Home. Today class we are going to learn the 7th chapter, that is experiments with the water. വെള്ളം കൊണ്ടിട്ടുള്ള experiments. What floats, what sinks. Aisha was waiting for dinner. Today Ami was making her favorite food, puri and spicy potatoes. Aisha ഡിന്നറിന് വേണ്ടി കാത്തിരിക്കുക, രാത്രി കഴിക്കുന്നതാണ് ഡിന്നർ അല്ലേ? അപ്പം അമ്മ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പൂരിയും ഉരുളക്കിഴങ്ങും. Aisha watched as her mother rolled out the puri. Aisha ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പൂരി ഉണ്ടാക്കുന്നത്. And put it in the hot oil. പൂരി അത് പരത്തിയിട്ട് എവിടേക്കാ? എണ്ണയിലേക്കാണ് ഇടുന്നത്. We saw that at first the puri sank to the bottom of the pan. ആദ്യം താഴേക്ക് അല്ലേ? നമ്മൾ ആദ്യം എണ്ണയിലേക്ക് ഇടുമ്പോൾ എന്താ സംഭവിച്ചത്? അത് താഴേക്കാ പോകുന്നത്. As it puffed up, പൊന്തി വന്നിട്ട് came up and start floating on the oil. പൊന്തി വന്നിട്ട് എണ്ണയിൽ ഫ്ലോട്ട് ചെയ്യാണ് അല്ലേ? നീന്തിക്കൊണ്ടിരിക്കുകയാണ്. One puri did not puff off and did not float like the others. On this, Aisha took some dough and rolled into the ball. She flattened it and put in a bowl of water. Last, it sank to the bottom and stayed there. അതായത് ഒരു പൂരി മാത്രം എന്താണ് എണ്ണയിൽ പൊന്തി വന്നില്ല. Aisha took some dough, മാവ് കുഴച്ചത് എടുത്തിട്ട് അതിനൊരു ബോളാക്കി. എന്നിട്ട് അത് ഫ്ലാറ്റൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ബൗൾ ഓഫ് വാട്ടർ വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പൊ എന്താ സംഭവിച്ചത്? വെള്ളത്തിന്റെ അടിയിൽ പോയി. എന്നിട്ട് അവിടെ നിന്നു. ഓയിലിട്ടപ്പോ പൊന്തി വന്നില്ല പറഞ്ഞേ. അപ്പൊ അതുപോലെ ഒന്ന് ചെയ്തു നോക്കിയതാ. Think what would happen if Aisha put a puffed puri to a bowl of water? Would it sink or float up? It would sink up. അല്ലേ? അത് താഴ്ന്ന പോവുക. You put a steel plate on water. ഒരു സ്റ്റീൽ പ്ലേറ്റ് വെള്ളത്തിലേക്ക് ഇടുകയാണ്. Would it sink or float? എന്താ ചെയ്യുക? സിങ്ക് ആണ് ചെയ്യുക. കാരണം ഭാരം കൂടുതലാണ്. What would happen to a spoon? സ്പൂണും എന്ത് തന്നെയാണ്? സിങ്ക് ചെയ്യും. കാരണം അതിന് വെയിറ്റ് കൂടുതലാണ്. Would the cap of plastic bottle sink or float on the water? It float in the water as the weight is comparatively less. അല്ലേ? ഫ്ലോട്ട് കാരണം എന്താണ്? വെയിറ്റ് ലെസ് ആണ്. In the evening, Aisha went for a bath. വൈകുന്നേരം ആയിഷ കുളിക്കാൻ പോയി. She had just come out when her mother called. അപ്പൊ അവൾ അപ്പൊ വന്നേ ഉള്ളൂ. Aisha, you had dropped the soap in the water again. നീ സോപ്പ് വെള്ളത്തിലേക്ക് ഇട്ടു. Take it out and put it in the soap case. അതെടുത്തിട്ട് ആ സോപ്പ് കേസിൽ സോപ്പ് ഇടണ പെട്ടിയിലൊന്ന് വെച്ചേ. Aisha was in the hurry and the soap case fell out of. അതായത് പെട്ടെന്ന് ധൃതിയായിരുന്നു. Fell out of her hands. സോപ്പ് കേസ് എന്ത് കയ്യിൽ നിന്ന് താഴെ പോയി. It started floating on water. അപ്പൊ സോപ്പ് കേസിൽ വെച്ചപ്പോ അത് float in water. Aisha gently put the soap in the soap case. She saw that the case continued to flow even when the soap in it. അപ്പൊ സോപ്പ് വെച്ചപ്പോഴും അത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Have you seen that something float on the water while others sink? ചിലത് ഫ്ലോട്ട് ചെയ്യും, ചില സാധനങ്ങൾ എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും. Think how this happened. The poem here raises such questions. അപ്പൊ ഇവിടെയുള്ള പോയം അതുമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. A wooden boat in water will float, but a needle will sink. അല്ലേ? മരം കൊണ്ടുണ്ടാക്കിയ ബോട്ട് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും, ഒന്ന് താഴെ പോകും. അതായത് നമുക്ക് അതിലൂടെ ബോട്ടിലൂടെ പോകാൻ പറ്റും. ബട്ട് എ നീഡിൽ വിൽ സിങ്ക്. നീഡിൽ എന്താണ്? താഴേക്ക് പോകും. Why does this happen? Let me think. An iron ship will also float. അയൺ കൊണ്ടുണ്ടാക്കിയ ഷിപ്പ് എന്താണ്? അതും ഫ്ലോട്ട് ചെയ്യും. So it's much heavier than my boat. എൻ്റെ ബോട്ടിനെ കാട്ടിയും ഭാരം കൂടിയതാണത്. But a needle light as a leaf, thin as a pin, will sink right in. ബാക്കിയുള്ളതൊക്കെ എന്താണ്? സിങ്ക് ചെയ്യുക, ഉള്ളിലേക്ക് പോകും. Why does this happen? എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? Let me think. Do this and find out. ചെയ്തിട്ട് കണ്ടുപിടിക്കുക. Do this experiment in group of 4 friends. ഇത് 4 പേര് ചേർന്നിട്ട് ചെയ്യുക. Each group will need a big pot filled with water. ഓരോന്നിനും എന്ത് വേണം? ഒരു വലിയ പോട്ട് വേണം, അതിൽ നിറച്ച് വെള്ളം. And the things listed in the table. പിന്നെന്താണ് ഇതിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ? Write your observation in the table given on the next page. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത് എന്നുള്ളത് അടുത്ത പേജിൽ എഴുതാം. Things to be put in water. Empty bowl, katori. Things to be അതായത് ഏതൊക്കെയാ ഫ്ലോട്ട് ചെയ്യുക, ഏതൊക്കെയാ തിങ്സ്
സിങ്ക് ചെയ്യുക എന്നുള്ളത് എഴുതണം. തിങ്സ് ടു ബി പുട്ട് ഇൻ വാട്ടർ. എം ടി ബൗൾ. എം ടി ബൗൾ നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ എന്താ ഇത് ഫ്ലോട്ട് അല്ലേ? അതായത് വെള്ളത്തിനെ കാട്ടിയും വെയിറ്റ് നമ്മൾ എടുക്കുന്ന സാധനത്തിനുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. വെയിറ്റ് കൂടുതലാണെങ്കിൽ, വെള്ളത്തിനെ കാട്ടിയും വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് സിങ്ക് ചെയ്യും. ആഫ്റ്റർ പുട്ടിങ് 6-7 സ്മോൾ പെബിൾസ് 1 by 1. അപ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മൾ എന്താ ഇടുന്നത്? കല്ലിടും. കല്ലിടുമ്പോൾ എന്താവും? താഴേക്ക് പോകും. അയൺ നെയിൽ ഓർ പിൻ. അയണിന് ഭാരം ഉണ്ടല്ലോ വെള്ളത്തിനെ കാട്ടിയും. കാരണം അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? അത് സിങ്ക് ചെയ്യും. മാച്ച് സ്റ്റിക്ക്. തീപ്പെട്ടിക്കൊള്ളിയാണെങ്കിലോ ഫ്ലോട്ട് ചെയ്യും. എം ടി പ്ലാസ്റ്റിക് ബോട്ടിൽ വിത്ത് ഇറ്റ്സ് ലിഡ് ക്ലോസ്ഡ്. അപ്പൊ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അതിന്റെ അടപ്പ് അടച്ചിട്ടുണ്ട്. അപ്പൊ എന്താ? ഫ്ലോട്ട് ചെയ്യും. ഫ്ലോട്ട് ചെയ്യുക അല്ലേ? പിന്നെ ബോട്ടിൽ ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ. പകുതി മാത്രം വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ട് ചെയ്യും. ബോട്ടിൽ ഫുൾ ആവുമ്പോൾ എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും. കാരണം വെയിറ്റ് വിൽ ബി കമ്പാരിറ്റീവ്ലി ഗ്രേറ്റർ. അലുമിനിയം ഫോയിൽ ഫ്രം മെഡിസിൻ പാക്കിംഗ്. ഓപ്പൺ ആൻഡ് സ്പ്രെഡ് ഔട്ട്. ഫ്ലോട്ട് ചെയ്യും അല്ലേ? പ്രസ്ഡ് ടൈറ്റ്ലി ഇൻ ടു എ ബോൾ ഇൻ എ കപ്പ് ഷേപ്പ്. ടാൾ ഫ്ലോട്ട്. സോപ്പ് കേക്ക് ആവുമ്പോൾ കട്ടി കൂടുതലാണ്, അപ്പോൾ സിങ്ക് ചെയ്യും. സോപ്പ് കേക്ക് ഓൺ എ സ്മോൾ പ്ലാസ്റ്റിക് പ്ലേറ്റിലാണെങ്കിൽ ഫ്ലോട്ട് ചെയ്യും. എ പീസ് ഓഫ് ഐസ് ഇറ്റ് വിൽ ഫ്ലോട്ട്. ഫൈൻഡ് ഔട്ട് ദ അതർ തിങ്സ്. അതുപോലത്തെ കുറച്ച് സാധനങ്ങളും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കുക. ആഫ്റ്റർ ഡൂയിങ് ദി എക്സ്പെരിമെന്റ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫില്ല് ചെയ്യുക. അയൺ നെയിൽ സിങ്ക് ഇൻ വാട്ടർ ബട്ട് ദ കാറ്റഗറി ഫ്ലോട്ട്. ഐ തിങ്ക് ദിസ് ഹാപ്പൺ ബിക്കോസ് അയൺ നെയിൽ സിങ്ക് ചെയ്യാൻ കാരണം the weight of iron nail it is greater than that of water, but the weight of the category it is small compared to that of water. Float ചെയ്യണമെങ്കിൽ വെള്ളത്തിനെ കാട്ടിയും ഭാരം കുറവ്, സിങ്ക് ചെയ്യണമെങ്കിൽ വെള്ളത്തിനെ കാട്ടിയും ഭാരം കൂടുതൽ. Empty plastic bottle float on water. The bottle filled with water sink because the weight of the filled bottle is greater than that of water. Aluminium foil float when it was spread out. When pressed tight into a ball, it sinks. This may have happened because weight തന്നെയാണ്. വാട്ടറിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഫ്ലോട്ട് ചെയ്യും. സബ്സ്റ്റൻസിനാണ് വെയിറ്റ് കൂടുതലെങ്കിൽ അത് സിങ്ക് ചെയ്യും. Is it magic? When Aisha woke up in the morning, Ammi had fever. Aisha രാവിലെ എണീറ്റപ്പോൾ എന്താണ്? അമ്മയ്ക്ക് പനിയായിരുന്നു. Abu made some tea and went to give medicines to Ammi. അബു ചായ ഉണ്ടാക്കി, അച്ഛൻ ചായ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് മെഡിസിൻ കൊടുക്കാൻ പോയി. He told Aisha, you boil eggs. ഐഷയോട് പറഞ്ഞു, നീ മുട്ട തിളപ്പിക്കുക. Also put some salt in the water. കുറച്ച് ഉപ്പ് കൂടെ ഇടണം. Aisha took water in a pot. ഐഷ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു. By mistake she put too much salt in the water. കുറച്ചധികം ഉപ്പ് അതിലേക്ക് ഇട്ടു. She saw that the eggs at the bottom of the pot come up a little and start to float in water. എന്താണ്? എഗ്ഗ് കുറച്ച് മുകളിലേക്ക് പൊന്തിയിട്ടാ വരുന്നത്. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ്. പുട്ട് എ ലെമൺ ഇൻ ഇറ്റ്. വെള്ളം എടുക്കുക, നാരങ്ങ അതിലിടുക. കീപ് പുട്ടിങ് സോൾട്ട് ഇൻ ദ വാട്ടർ, ഹാഫ് എ സ്പൂൺ ഇൻ ഇറ്റ്. ഏബിൾ ടു ഫ്ലോട്ട് യുവർ ലെമൺ ഇൻ വാട്ടർ. അതായത് ഉപ്പ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ? വാട്ടറിന്റെ സോൾട്ടിന്റെ അംശം കൂടുന്തോറും വെള്ളത്തിൽ എന്തിട്ടാലും അത് ഫ്ലോട്ട് ചെയ്യും. ഓക്കെ. ഓൾ ഓഷ്യൻസ് ആൻഡ് സീ ഹാവ് സോൾട്ടി വാട്ടർ. എല്ലാ ഓഷ്യൻസിനും, സമുദ്രത്തിനും കടലിനും എന്താണ്? ഉപ്പുവെള്ളമാണ്. സോൾട്ടിയസ്റ്റ് ഓഫ് ഓൾ ഇസ് ദ ഡെഡ് സീ. അതിൽ ഏറ്റവും ഉപ്പ് കൂടിയത് ഏതിനാണ്? ചാവുകടൽ അഥവാ ഡെഡ് സീ. ഹൗ സോൾട്ടി ഇമാജിൻ. സോൾട്ടിയസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് ഡെഡ് സീ, ചാവുകടൽ. ഹൗ സോൾട്ടി ഇമാജിൻ 300 grams of salt in 1 liter of water. 1 ലിറ്റർ വെള്ളത്തിൽ 300 ഗ്രാം ഉപ്പിട്ട് എങ്ങനെ ഉണ്ടാവും? വാട്ട് വുഡ് ബി ഏബിൾ ടു ഈവൻ ടേസ്റ്റ് സച്ച് സോൾട്ടി വാട്ടർ. ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? It would be very bitter. ഭയങ്കര കയ്പായിരിക്കും അല്ലേ? Interestingly, even if a person doesn't know how to swim, she would not drown in water. In sea, she will float in water as if lying down on it. അതായത് നീന്തൽ അറിയാത്ത ആൾക്കാർ പോലും ഈ ചാവുകടലിൽ പെട്ട് പോയാൽ എന്താണ്? അവർ ഫ്ലോട്ട് ചെയ്യുള്ളൂ, സിങ്ക് ചെയ്യില്ല. As it is lying down in it. The lemon you floated in salty water. അല്ലേ? ഒരു വെള്ളത്തിലേക്ക്, ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ചെയ്യുള്ളൂ, സിങ്ക് ചെയ്യില്ല. What dissolved? What did not? On Sunday, Aisha's cousin brother Hamid came to her house to play. അപ്പോൾ ഐഷയുടെ കസിൻ ബ്രദർ ആയ ഹാമിദാണ് അല്ലേ? വീട്ടിലേക്ക് കളിക്കാൻ വന്നു. As soon as he came, he asked his aunt to make his favorite ശർക്കരപ്പാര, a sweet dish. Ami said, let me come back from the market. അപ്പം അമ്മ എന്ത് പറഞ്ഞു? ഞാൻ കടയിൽ നിന്ന് വന്നോട്ടെ. Then I will make some for you. എന്നിട്ട് ഞാൻ ഉണ്ടാക്കാം.
Why don't you help me? Take 2 glasses of water, put a bowl of sugar in it. 2 glass വെള്ളം എടുക്കുക, അതിലേക്ക് പഞ്ചസാര ഇടുക. Mix it till it dissolve. അലിയണ വരെ അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. Hamid thought, let me finish this work fast, then I will watch TV. ആദ്യം ഇത് ചെയ്യുക, എന്നിട്ട് ഞാൻ TV കാണാം. Such some ways to Hamid for quickly dissolving water. അപ്പോൾ എന്താണ്, നല്ലോണം മിക്സ് ചെയ്യുക. Just heating it itself, it will easily dissolve. Do this experiment. Make group of 4 friends. 4 friends ആയി ചേർന്നിട്ട് ചെയ്യാം. For the experiment, you will need 4 to 5 glasses of bowls. ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? 4-5 ഗ്ലാസ്സസ്, ബൗളുകൾ, സ്പൂൺസ്, വാട്ടർ ആൻഡ് ദ തിങ്സ് ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ. എന്തൊക്കെയാ? സോൾട്ട്, സോയിൽ, ചോക്ക് പൗഡർ, 1 spoon milk and oil. Take some water in each glass. Now try to dissolve one thing in 1 glass. ഓരോന്നിൽ ഡിസോൾവ് ചെയ്യുക. Observe what happens and note in the table. Salt ആകുമ്പോൾ എന്താണ്? It will dissolve. അല്ലെ, സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്യും. സോയിൽ ആണെങ്കിലോ it doesn't dissolve. Does not dissolve. അതുപോലെ തന്നെ ഇരിക്കും. പിന്നെന്താ? ചോക്ക് പൗഡർ ആണെങ്കിലോ, ചോക്ക് പൗഡർ ആണെങ്കിലും ഡിസോൾവ് ചെയ്യും അല്ലേ. One spoon milk so also dissolves. Oil, അതായത് ഇതിൽ ഓയിൽ ഡിസോൾവ്, 1 spoon milk എന്താണ്, അതും ഡിസോൾവ് ആണ് അല്ലേ. പക്ഷെ ഓയിൽ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് അല്ല, ടു ഓൺലി എ മിയർ എക്സ്റ്റെൻഡ്. Could you see that salt after it dissolved in water? If no, why? It completely dissolves in water. Does it mean that now the water does not have salt? If it has, then where is the salt? It is completely dissolved in water. It is mixed with the water particles. What difference did you see in keeping the water with salt and the water with chalk powder? After keeping for some time, we can see the chalk powder settle down. Okay, chalk powder settle down. പക്ഷേ salt ആണെങ്കിലോ it does not settle down. Okay, settle down. Then, what's the next question? Which of the two would you be able to separate from the water by straining with a cloth, salt or chalk powder? Able to separate. ഏതാ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? ചോക്ക് പൗഡർ ആണ്. കാരണം സോൾട്ട് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ആയി പോവും. Then, next, while doing the experiment, Aisha and Hamid had an argument. Aishയ്ക്കും ഹമീദിനും ഒരു quarrel ഉണ്ടായി. What is that? Aisha felt that after stirring it, had an argument. Oil dissolved in water. Hamid did not agree. He said, look, the tiny yellow oil drops can still be seen in the water. Aisha said, let's wait for some time and then see. അതായത് നമ്മൾ ഓയിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ അത് ഡിസോൾവ് ആവും, പക്ഷെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഡ്രോപ്സ് കാണാം അല്ലേ. Do you think the oil got dissolved in water? Why do you think so? It dissolved, but not completely to a mere extent. Raising drops. Aisha put 2 drops of oil on the lid of her tiffin box. Next to that, she put 2 drops of water and 2 drops of sugar solution. She tilted the lid. She saw some drops slid down quickly, while some were left behind. അതായത് ഐഷ എന്താ ചെയ്തത്? ടിഫിൻ ബോക്സിന്റെ ലിഡില്, അടപ്പില് 2 ഡ്രോപ്പ് വെള്ളം, ഷുഗർ സൊല്യൂഷൻ എടുത്തു, ഓയിലും എടുത്തു അല്ലേ. 2 ഡ്രോപ്പ് ഓയിലും എടുത്തു. എന്നിട്ട് ഒന്ന് ചരിഞ്ഞു വെച്ചപ്പോൾ ഏത് സാധനം പെട്ടെന്ന് താഴേക്ക് പോയി. ലെഫ്റ്റ് ബിഹൈൻഡ് 2 drops of water and 2 drops of sugar solution ഉണ്ടായിരുന്നു അല്ലേ. You also try to do the same and then tell which drop went ahead. Why slide faster? Water ആണ്, because water density is less than compared to that of oil or salty water. Where did the water go? One day Aisha's mother put some water to boil on the stove for making tea. She got busy with something. ഒരു ദിവസം ഐഷയുടെ അമ്മ എന്താ ചെയ്ത്? വെള്ളം തിളപ്പിക്കാൻ വെച്ചു അല്ലേ, ചായ ഉണ്ടാക്കാൻ. She got busy with something and forgot about it. വെച്ച പാടെ തന്നെ എന്താ വേറെ ഏതോ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് മറന്നുപോയി. When she remembered and came to check, ഓർമ്മ വന്നപ്പോൾ എന്താണ്, തിരിച്ചു വന്നപ്പോൾ എന്തായി? She found very little water left in the pan. കുറച്ച് വെള്ളം മാത്രമേ പാത്രത്തിലുള്ളൂ.
Think where did the water go? It vaporizes. Vaporite poi. Why did Chitti Babu, Chinna Babu keep their mango jelly in the sun? At your house, what things are made by drying in the sun? എന്തൊക്കെയാ സണ്ണിൽ ഡ്രൈ ചെയ്യാൻ നമ്മൾ പൗഡേഴ്സ് ഒക്കെ ഡ്രൈ ചെയ്യാറുണ്ട്. സോ എനിത്തിങ് ദാറ്റ് ഈസ് ടു കീപ് മോയ്സ്ചർ ഫ്രീ വി ആർ ഡ്രൈയിങ് ഇൻ ദ സൺ. ദണ്ഡി മാർച്ച് ദിസ് ഇൻസിഡന്റ് ടുക്ക് പ്ലേസ് ഇൻ 1930. ദണ്ഡി മാർച്ച് എല്ലാവർക്കും അറിയാം അല്ലെ, ഗാന്ധിജി ലീഡ് ചെയ്തത്. ബിഫോർ ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ആകുന്നതിന് മുമ്പാണ് ഇത് സമരം നടന്നത്. ഫോർ മെനി ഇയേഴ്സ് ദ ബ്രിട്ടീഷ് ഹാഡ് മെയ്ഡ് എ ലോ ദാറ്റ് ഡിഡ് നോട്ട് അലോ പീപ്പിൾ ടു മേക്ക് സോൾട്ട് ദംസെൽസ്. അതായത് ബ്രിട്ടീഷുകാർ ഒരു നിയമം ഉണ്ടാക്കി, ഉപ്പ് അവർക്ക് സ്വയം, ഇന്ത്യക്കാർക്ക് ഉപ്പ് സ്വയം ഉണ്ടാക്കാൻ പറ്റാത്തത്. ദേ ഹാഡ് ഓൾസോ പുട്ട് എ ഹെവി ടാക്സ് ഓൺ ഇറ്റ്. അതിനും അവർ വലിയൊരു ടാക്സ് ചുമത്തി. ബൈ ദിസ് ലോ പീപ്പിൾ കുഡ് നോട്ട് മേക്ക് സോൾട്ട് ഈവൻ ഫോർ യൂസ് അറ്റ് ഹോം. പണ്ടൊക്കെ എന്താണ്, വീട്ടിൽ തന്നെ ഉപ്പ് ഉണ്ടാക്കിയിരുന്നു. ഹൗ ക്യാൻ എനിബഡി ലീവ് വിതൗട്ട് സോൾട്ട്? ഉപ്പില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. ഗാന്ധിജി സെഡ്, ഹൗ ക്യാൻ എ ലോ നോട്ട് അലോ us ടു യൂസ് ഫ്രീലി വാട്ട് നാച്ചർ ഹാസ് ഗിവൺ? പ്രകൃതി തരുന്ന ഒരു സാധനം അല്ലെ, നേച്ചറായിട്ട് തരുന്ന ഒരു സാധനം അത് ഉപയോഗിക്കാൻ പോലും നിയമം അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ, ഗാന്ധിജി വിത്ത് സെവറൽ അതർ പീപ്പിൾ വെന്റ് ഓൺ എ യാത്ര. ഗാന്ധിജി മറ്റു കുറെ സേനാനികളുടെ കൂടെ എന്താണ് ലോങ് വാക്ക്, ഒരു യാത്ര അല്ലെ, അഹമ്മദാബാദിൽ നിന്ന് ദണ്ഡിയിലേക്ക്, സീഷോർ ഇൻ ഗുജറാത്ത്, ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ലോ, ഈ നിയമത്തിനെതിരായിട്ട് പോരാടി. ദെൻ യാത്ര ഇൻ ഗുജറാത്ത് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ലോ. ഡു യു നോ ഹൗ സോൾട്ട് ഈസ് മെയ്ഡ്? ഉപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയോ? ദ സീ വാട്ടർ ഈസ് കളക്റ്റഡ് ഇൻ ഷാലോ ബെഡ്സ് അല്ലെ, കടൽ വെള്ളം ഓരോ ബെഡുകളായിട്ട് കളക്ട് ചെയ്തിട്ട് ഡങ് ഇൻ ദ സാൻഡ്, മണ്ണിലേക്കാണ് അത് കുഴിച്ചിട്ട്. വാട്ടർ ഈസ് അലൗഡ് ടു ഡ്രൈ ഇൻ ദ സൺ, ആ വെള്ളം വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി അനുവദിക്കും. ആഫ്റ്റർ വാട്ടർ ഡ്രൈസ് ദ സോൾട്ട് റിമെയിൻസ് ഓൺ ദ ഗ്രൗണ്ട്. വെള്ളം ഉണങ്ങിയ ശേഷം എന്താണ് ലെഫ്റ്റ് ഉണ്ടാവുക? ഉപ്പ് ഉണ്ടാവും. ഓക്കെ, what we have learned, you have washed your handkerchief and you want to dry it quickly. What all can you do? നമ്മുടെ ഹാൻഡ് കർച്ചീഫ് അലക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉണങ്ങാൻ നമ്മൾ എന്താ ചെയ്യുക? വെയിലത്തിട്ട് ഉണക്കും അല്ലെ. വാട്ട് തിങ്സ് ഡു യു പുട്ട് ഇൻ വാട്ടർ ടു മേക്ക് ടീ? വെള്ളത്തിൽ ചായ ഉണ്ടാക്കാൻ നമ്മൾ എന്താ? ടീ പൗഡർ പ്ലസ് ഷുഗർ. വിച്ച് ഓഫ് ദോസ് dissolves in water? Both will dissolve, but the tea dust it remains. You have seen some mystery pieces, lumps of sugar. Such as ways to dissolve them just by mixing or by heating. Okay, so this lesson it is found to be a little bit interesting. So if you are interested in this, please do like, share and subscribe my channel. Okay, thank you.